ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമം ഫേസ്ബുക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ തട്ടിയപ്പം എം.എ. യൂസഫ് അലിയുടെ പടം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ക്യാപ്ഷൻ, ഞാൻ വലിയ സിനിമാ നടനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കാരും ലൈക്ക് തരില്ലല്ലോ അല്ലേ എന്ന്. ഒരു 3000 കമൻ്റുണ്ട്. സാർ എന്തിനാ സാറേ സിനിമയിൽ അഭിനയിക്കുന്നത്? സാറിന് കട നടത്തിയാൽ പോരെ? അല്ലെങ്കിൽ സാർ അഭിനയിക്കുക, ഞങ്ങൾ കണ്ടോളാം. ഒരുത്തൻ എഴുതിയേക്കോ എൻ്റെ കയ്യിൽ സാറിന് പറ്റിയ കഥയുണ്ടെന്ന്. നല്ല കഥയുണ്ടെന്ന് ഒരുത്തൻ്റെ കയ്യിൽ. വേറൊരുത്തൻ കമൻ്റ് ഇട്ടേക്കുന്നത്, നിങ്ങളുടെ വലിയ കൂട്ടല്ലേ മമ്മൂക്കയോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വേഷം കിട്ടാൻ ഇത്ര പാടുണ്ടോ എന്നുള്ളത്. ഈ 3000 പേരും നമ്മളീ പറഞ്ഞ പ്രബുദ്ധരിപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. വേറൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു AI ചേച്ചി, AI ഉണ്ടാക്കിയതാണ് ആ ചേച്ചിയുടെ ഫോട്ടോ. ഒരു നല്ല ചേച്ചി. എന്നിട്ട് ക്യാപ്ഷൻ, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, എനിക്ക് 42 വയസ്സായി, എനിക്ക് സന്ധ്യ കഴിഞ്ഞാൽ മിണ്ടാൻ ആളില്ല. ഇവിടെ ഒരു 5000 പേര് വിത്ത് ഫോൺ നമ്പർ എഴുതിയിട്ട് ഞാൻ ചിലരുടെയൊക്കെ പ്രൊഫൈൽ നോക്കിയിട്ട് എനിക്ക് സങ്കടം തോന്നി. ഞാൻ അയാളെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട്, ചേട്ടാ ഇത് AI ആണ്, നിങ്ങളിങ്ങനെ പറയല്ലേ ഒന്ന് ബോധവൽക്കരിച്ചാലോ എന്ന് എനിക്ക് തോന്നി ആദ്യം. പക്ഷെ പിന്നീട് ഞാൻ ഓർത്തു, വേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ഈ വരുൺ തിരിച്ചു വരുമെന്ന് ദൃശ്യത്തിൽ ആശാശരത്ത് കാത്തിരിക്കുന്ന പോലെ അയാൾ കാത്തിരുന്നോട്ടെ, അതൊരു ചാരിറ്റി അല്ലേ എന്ന് ഓർത്തു. അതും ഈ പ്രബുദ്ധരി പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പം ഈ പ്രബുദ്ധത ഇല്ലെന്നല്ല, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ അവകാശപ്പെടുന്നത് നമ്മളാണല്ലോ ഇത് ക്ലെയിം. ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ടല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടുന്ന നമ്മളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ആ ഒരു കാര്യത്തിൽ പല സന്ദർഭത്തിലും നമ്മൾ അവകാശപ്പെടുന്നത്രയും ഉയരെ ചിന്തിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അത് വൺസ് പേരിട്ട് വൺസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് കാലോചിതമായി ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യകത എല്ലാ പ്രബുദ്ധർക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.